എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഒരു ആത്മീയ വിഷയമല്ല, ഡോളറിനെ കുറിച്ചാണ്. അതായത് ഈ ലോകത്ത് ഉള്ള 200ഓളം ഉള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളിൽ പല രാജ്യങ്ങൾക്കും ഡോളർ അവർക്ക് വേണമെന്ന് ആഗ്രഹമില്ല. ഈ ഡോളറിനെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം ായിട്ടുള്ള ആളുകൾക്ക് ഈ ഡോളറിനോട്, അമേരിക്കയോടുള്ള വിരോധം ഡോളറിനോടും ഉണ്ട്. അങ്ങനെ ഡോളറിനെ വെറുക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും സാങ്ഷൻസ് ഒക്കെ US കൊടുക്കുന്ന രാജ്യങ്ങൾക്ക് ഈ ഡോളർ മാറ്റണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും ആഗ്രഹിച്ചിട്ടും ഈ ഡോളറിനെ മാറ്റാനായിട്ട് അവർ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഡോളറിനെ മാറ്റാൻ പെട്ടെന്ന് കഴിയുകയില്ല എന്നുള്ളതിന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അതിനെക്കുറിച്ച് കണ്ടുപിടിക്കാനായിട്ട് ഇടയായി. ആ കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഡോളർ എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ അതൊരു പണമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഡോളർ ഒരു പണമല്ല. അത് മാത്രമല്ല, അത് US ഡോളർ ഒരു പണമാണ്. അപ്പോൾ തന്നെ അത് ഒരു സിസ്റ്റമാണ്. അതൊരു സാധാരണ കറൻസി അല്ല. കാരണം അതെങ്ങനെയാണ് സിസ്റ്റം എന്ന് പറയാനായിട്ട് പല കാര്യങ്ങളുണ്ട്. അതില് ഒന്ന്, അതായത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് ഈ ലോകത്ത് നടക്കുന്ന അതായത് ട്രേഡ് കറൻസി എന്ന് പറയും. ട്രേഡ് കറൻസി എന്ന് പറഞ്ഞാൽ ലോകത്ത് നടക്കുന്ന വ്യാപാരങ്ങളെല്ലാം നടക്കുന്നത് US ഡോളറിലാണ്. ഇന്ന് ഭൂമിയിൽ നടക്കുന്ന ഭൂരിപക്ഷം വ്യാപാരങ്ങളും, അപൂർവം ചില ലോക്കൽ വ്യാപാരങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നടക്കുന്നത് US ഡോളറിലാണ്. അത് അതിന്റെ ഒന്നാമത്തെ പ്രത്യേകത. ലോകം മുഴുവൻ അതാണ് നടക്കുന്നത്. 2, റിസർവ് കറൻസിയാണ്. അതായത് ലോക രാജ്യങ്ങൾ പണം സൂക്ഷിക്കുന്നത്, ഒരു ബാലൻസ് എമൗണ്ട് വന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എക്സ്ട്രാ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ വെക്കുന്നത്, അതുപോലെ ലോക രാജ്യങ്ങൾ സൂക്ഷിക്കുന്നത് US ഡോളറിലാണ്, US ട്രഷറിയിലാണ്. അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, US ഡോളർ തകർന്നാൽ ലോക രാജ്യങ്ങൾ മുഴുവൻ തകരും. ഒരിക്കൽ ഒരു 2008 ലെമൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു ബാങ്ക് പൊട്ടിയതേ ഉള്ളൂ. അതിന്റെ എഫക്റ്റ് ഇന്ന് വരെ ഉണ്ട്. ലോകം എങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്നെന്നും എത്ര ഫാസ്റ്റായിട്ട് രാജ്യങ്ങൾ വളർന്നുകൊണ്ടിരുന്നെന്നും ആ ഒരൊറ്റ ബാങ്കിനോടുകൂടി ഇന്ന് വരെ നമ്മൾ പൊങ്ങിയിട്ടില്ല. അതിനുശേഷം അത്രയും അത് ലോകരാജ്യങ്ങളെ പിടിച്ചു കുലുക്കി. ഒരു ബാങ്ക് പോയതേ ഉള്ളൂ എന്ന് നമ്മളത് മനസ്സിലാക്കണം. ഒരിക്കൽ എന്തോ ഒരു പ്രശ്നം വന്നു, എന്തോ ഒരു റിസഷന്റെ ഒരു സാധ്യത വന്നപ്പോൾ ഏറ്റവും അധികം കരഞ്ഞത് ചൈനയാണ്. കാരണം ചൈനയുടെ കാശ് അമേരിക്കയിലിരിക്കുകയാണ്. ചൈന പറഞ്ഞ് നിങ്ങളിത് ഉണ്ടാക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വലിയ, ഞാനത് വായിച്ചു ഓർക്കുന്നുണ്ട്, വലിയ അവർ വളരെ വിഷമിച്ചു പോയി. കാരണം അമേരിക്കയ്ക്ക് പ്രശ്നം പറ്റിയാൽ അത് ചൈനയും പോകും. എല്ലാ രാജ്യങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ലോക രാജ്യങ്ങൾ പണം സൂക്ഷിക്കുന്നത് അവിടെയാണ്. അതിന് പറയുന്നതാണ് റിസർവ് കറൻസി ആയിട്ടാണ് അത് സൂക്ഷിക്കുന്നത്. 2, സെറ്റിൽമെന്റ് കറൻസി. അതായത് ലോക രാജ്യങ്ങൾ തമ്മിൽ പണം അടയ്ക്കുന്നതെല്ലാം അമേരിക്കൻ ഡോളറിലാണ്. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ ചെയ്യുന്ന ഒരു കറൻസിയും ഇന്ന് ഭൂമിയിലില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു കറൻസി ഉണ്ടായിരുന്നെങ്കിൽ ഈ അമേരിക്കയുടെ സാങ്ഷനൊക്കെ കാരണം എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകള് അല്ലെങ്കിൽ രാജ്യങ്ങൾ ഉറപ്പായിട്ട് അതിലോട്ട് മാറിയേനെ. പക്ഷെ ഇന്ന് നിലവിൽ ഈ 3 കാര്യങ്ങളും ചെയ്യുന്ന ഒരു കറൻസി നിലവിലില്ല എന്നുള്ളതാണ് സത്യം. അമേരിക്കയ്ക്ക് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിലും ഇല്ല എങ്കിലും ലോക വ്യാപാരം നടത്തണമെങ്കിൽ നിങ്ങൾക്ക് US ഡോളർ മാത്രമേ തൽക്കാലത്തേക്ക് സാധ്യമുള്ളൂ. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രസ്റ്റാണ്. നിങ്ങൾക്കൊരിക്കലും, ഇപ്പം ഞാൻ പറയുക, പ്രൈവറ്റ് ബാങ്കുകൾ നമ്മുടെ കേരളത്തിൽ എത്രയെണ്ണം പൊട്ടിപ്പോയി. അവരെ എങ്ങനെയാണ് നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത്? എനിക്ക് അറിയാവുന്ന ഒരുപാട് പേര്, ലക്ഷക്കണക്കിന് അവരുടെ ജീവിത സമ്പാദ്യം മുഴുവൻ പോയി വഴിയാധാരമായ ആളുകളെ എനിക്കറിയാം. ഉണ്ടാക്കി കൊണ്ടുവരും, ബാങ്കിൽ തന്നെ ഇട്ട് അവരുടെ പ്രൈവറ്റ് ബാങ്ക്സ് ഒക്കെ ഉണ്ട്, അവർ സോപ്പിട്ട് അവരുടെ കയ്യിലുള്ള മുഴുവൻ വാങ്ങിച്ച് കൂടുതൽ പലിശ കൊടുത്ത് ഒരു സുപ്രഭാതത്തിൽ മൊത്തം മുതലും കൊണ്ട് അവർ പോയി, എന്നെ കാണാനില്ല. അങ്ങനെ എത്ര പേരെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അപ്പോൾ ട്രസ്റ്റ് ഒരു വിഷയമാണ്. അപ്പം കോടിക്കണക്കിന് രൂപ ഒരിക്കലും ഹലോ റഷ്യൻ്റെ സുഹൃത്തല്ലേ എന്നാൽ റഷ്യയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തേക്കാം എന്ന് പറഞ്ഞങ്ങോട്ട് ഇടാൻ പറ്റില്ല. അയ്യോ ഇസ്രായേൽ എനിക്ക് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ നെതന്യാഹുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്, ആ പൈസ മുഴുവൻ അങ്ങോട്ട് ഇട്ടേക്കാം. അങ്ങനെ നടക്കത്തില്ല. അതിന് പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്നിട്ടാണ് ഇടുന്നത്. അതൊന്ന്, ആ രാജ്യത്ത് നിയമം ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതായത് റൂൾ ഓഫ് ലോ ഉണ്ടോ, അവിടുത്തെ ബാങ്ക് സ്വതന്ത്രമാണോ, ഇൻഡിപെൻഡന്റ് സെൻട്രൽ ബാങ്ക്, പിന്നെ അതിന്റെ മാർക്കറ്റ് സുതാര്യവും ശക്തവുമാണോ, അതായത് ഡീപ് ട്രാൻസ്പെറന്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ്സ്. പിന്നെ എനിക്കിഷ്ടമുള്ളപ്പോൾ എൻ്റെ പണം വലിക്കാനാകുമോ? പ്രൈവറ്റ് ബാങ്ക്സ് നിങ്ങൾ ഇടുകയാണെങ്കിൽ അറിയാം, നിങ്ങൾ മുതലെടുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ കിടന്ന് കരയും,
അയ്യോ എടുക്കരുത്, അത് പിന്നാട്ട് നമുക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞവർ കൊടുക്കത്തില്ല. അപ്പം അങ്ങനെ ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ക്യാഷ് രാജ്യങ്ങൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുള്ളൂ. ഇന്ന് ലോകത്തിലെ ഏത് രാജ്യം എടുത്താലും അതിൽ അമേരിക്കയാണ് ഇതിൽ ഏറ്റവും ഫ്രണ്ട് നിൽക്കുന്നത്. വേറെ ഒരു രാജ്യവും ഇല്ല. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇന്റർനാഷണൽ കറൻസി ആകാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത്, ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക GDP ഉള്ള രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ചൈനയാണ്. അതായത് $30 ട്രില്യൺ, അടുത്ത് $20 ട്രില്യൺ. അപ്പോൾ ആ ചൈനയിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഒന്ന് അവിടുത്തെ ചൈന യുവാനിൽ നമ്മൾ എന്തുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല? രാജ്യങ്ങൾക്ക് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാമല്ലോ, പക്ഷേ പറ്റത്തില്ല, അവർക്ക് ഇഷ്ടമല്ല. കാരണം അതിനകത്ത് ഒന്ന് ക്യാപിറ്റൽ കൺട്രോൾ ഉണ്ട്, 2 സ്റ്റേറ്റ് കൺട്രോൾ, 3 ഒപ്പേക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ നിയന്ത്രണമാണ്, സുതാര്യമല്ല ഒന്നും. അപ്പൊ അങ്ങനെ ഒരു രാജ്യത്ത് നിങ്ങൾ ഒരിക്കലും ക്യാഷ് കൊണ്ടു കൊടുക്കത്തില്ല. ചൈനയെ നിങ്ങൾക്ക് എങ്ങനെ, ചൈന ഒറ്റ ഗവൺമെന്റ് ആണ്, സ്റ്റെബിലിറ്റി ഉണ്ട്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ചൈന ഗവൺമെന്റിനെ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറല്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ടും ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടും എന്ത് സംഭവിക്കുമെന്ന് അറിയാത്തതുകൊണ്ടും നാളെ എന്ത് ആക്ഷൻ ആണെന്ന് അറിയാത്തതുകൊണ്ടും ആരവിടെ കൊണ്ടുവന്ന് കാശ് കൊണ്ടുവന്ന് ഇടുന്നത്. പിന്നെ രണ്ടാമത് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ളത് ഇന്നത്തെ യൂറോയാണ്. യൂറോ ശരിക്കും അമേരിക്കയ്ക്ക് ബദലായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ നിങ്ങളെങ്ങനെ യൂറോയെ വിശ്വസിക്കും? യൂറോ സ്ട്രോങ് ആണ്, പക്ഷേ നോ സിംഗിൾ ഫിസ്ക്കൽ അതോറിറ്റി, സോ മെനി നേഷൻസ്. അതാണ് അതിന്റെ പ്രശ്നം. രാജ്യങ്ങൾ കുറേ ഉണ്ട്, 27 രാജ്യങ്ങൾ ചേർന്നാണ് യൂറോപ്യൻ യൂണിയൻ. അതിനകത്ത് ഒന്ന് വരുമ്പോൾ ഒന്ന് പോകും. ബ്രിട്ടൻ ഇതിനകത്തായിരുന്നു, അവര് വേണ്ടെന്ന് പറഞ്ഞു. ചില രാജ്യങ്ങൾ പറയുന്നു അതിൽ നിന്ന് ഇറങ്ങണം. അത് മാത്രമല്ല, ഈ യൂണിയനിലുള്ള എല്ലാവരും യൂറോ അല്ല ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കണം. യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടായിരുന്ന ബ്രിട്ടനിൽ പൗണ്ട് തന്നെയായിരുന്നു. അതുപോലെ പല രാജ്യങ്ങൾ അവരുടെ സ്വന്തം കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അത് മാത്രമല്ല, പല രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന, പല രാജ്യങ്ങളിൽ അച്ചടിക്കുന്ന യൂറോയാണ്. യൂറോയിൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? 27 രാജ്യങ്ങളാണെന്ന് വെച്ചോ, അപ്പോൾ നമ്മളെങ്ങനെ അവരെ വിശ്വസിക്കാൻ കഴിയും? നമ്മൾ അവരിൽ പൈസ കൊടുത്തു കഴിയുമ്പോൾ നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. നാളെ തമ്മിൽ തല്ലിയെല്ലാം കൂടെ പിരിഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ? ഇനിയിപ്പോൾ നാറ്റോയുടെ കാര്യത്തിൽ വലിയ പ്രശ്നമാണ്. കാരണം അമേരിക്ക നാറ്റോ പൊട്ടിച്ചു കളയാനുള്ള രീതിയിലേക്ക് ആയിരിക്കുകയാണ്. അമേരിക്ക ഇറങ്ങിപ്പോയാൽ നാറ്റോ ഇല്ല, പിന്നെ അങ്ങനെ ഒരുമിച്ച് നിൽക്കത്തുമില്ല. അത് പിന്നെ എല്ലാം തമ്മിൽ തല്ലി തീരുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? യൂറോയെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഡോളറിനെതിരെ നിൽക്കുന്നുണ്ട്. യൂറോ തകർത്ത് കളയാനായിട്ട് ഒരുപക്ഷെ അമേരിക്ക നാറ്റോ വിട്ടു പോകാൻ മതി. അങ്ങനെ വന്നാൽ യൂറോയ്ക്ക് എന്ത് സംഭവിക്കും? എങ്ങനെയാണ് നമ്മൾ യൂറോയെ കൊണ്ടുവന്ന് പൈസ ഈ ഒരു ഇന്റർനാഷണൽ കറൻസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? പിന്നെ ഒരു ഇതെന്ന് പറയുന്നത്, ചാൻസ് എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. ഇന്നത്തെ കാലത്ത് സ്വർണം ഒരുപാട് രാജ്യങ്ങൾ, ഈ അമേരിക്ക ഒരുപാട് സാങ്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ പല രാജ്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഡോളറിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഡീഡോളറൈസേഷന്റെ ഭാഗമായിട്ട് അവർ സ്വർണ്ണമൊക്കെ ഒരുപാട് വാങ്ങിച്ചു കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ സ്വർണത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അതിന് ഈൽഡില്ല, വരുമാനമൊന്നുമില്ല. പിന്നെ സ്ലോ സെറ്റിൽമെന്റ്. മറ്റേതുപോലെ ഉപയോഗിക്കാനായിട്ട്, പണം പോലെ ഉപയോഗിക്കാനായിട്ട് സ്വർണം പറ്റത്തില്ല. ഒരു സുപ്രഭാതത്തിൽ സ്വർണം കൊണ്ടുവന്ന് കൊടുത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ക്യാഷ് ആക്കണം, ക്യാഷ് ആയാലും അങ്ങോട്ടാക്കും, ഏത് കറൻസിയിലാക്കും, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അവിടെ കിടക്കുകയാണ്. അതുപോലെ പിന്നെ അടുത്ത 4ാമത്തെ ഒരു ചാൻസ് ഉള്ളത് ക്രിപ്റ്റോയാണ്. ക്രിപ്റ്റോ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ക്രിപ്റ്റോ വോളറ്റൈലാണ്. അതുമാത്രമല്ല, ലോകത്തിലെ സമ്പത്ത് വെച്ച് നോക്കിയാൽ ക്രിപ്റ്റോ അധികമൊന്നുമില്ല. ഒരു രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ക്രിപ്റ്റോയിലാക്കാനൊന്നും പറ്റില്ല, അത് വളരെ സ്മോളാണ്. പിന്നെ അൺറെഗുലേറ്റഡ് ഫോർ സോവറിൻ യൂസ്. അപ്പം ക്രിപ്റ്റോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. അപ്പം ഒരു രാജ്യത്തിന്റെ റിസർവ് കറൻസി ആയിട്ടോ മറ്റോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കറൻസി ആയിട്ടോ നമുക്ക് ക്രിപ്റ്റോയോ മറ്റു കാര്യങ്ങളോ ഉപയോഗിക്കാൻ പറ്റില്ല. ക്രിപ്റ്റോയൊക്കെ മെയിൻലി ഉപയോഗിക്കുന്ന എല്ലാം ഈ അണ്ടർവേൾഡാണ്. അപ്പോൾ അത് അവരാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. ഈ തോക്കുകൾ വാങ്ങിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 4 കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ പണം സൂക്ഷിക്കാൻ ഏറ്റവും നല്ലത് അത് നമുക്ക് ഇന്റർനാഷണൽ കറൻസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ചൈന യുവാനോ യൂറോയോ ഗോൾഡോ ക്രിപ്റ്റോ ഏതാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ, നമുക്ക് സുരക്ഷിതമായി നമുക്ക് നമ്മുടെ കറൻസി വെക്കാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ന് അമേരിക്ക മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ട് ഒരു രാജ്യം മാത്രമേ ഉള്ളൂ. 3ാമത്തെ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് എഫക്റ്റ് ആണ്. നെറ്റ്വർക്ക് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഡോളർ ഉപയോഗിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നു. അതായത് ഒരു ഒറ്റ ഉദാഹരണം കൊണ്ട് പറയാം.
വാട്സാപ്പിനെക്കാട്ടിലും നല്ല ഒരുപാട് ആപ്പുകൾ കാണുമായിരിക്കാം, പക്ഷെ ആരും ഉപയോഗിക്കുന്നില്ല, അപൂർവം വരെ ഉപയോഗിക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണ്? കാരണം എല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നു, ഞാനും ഉപയോഗിക്കുന്നു. ഇത് തന്നെയാണ് ഡോളറിൻ്റെയും പ്രശ്നം. എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കാര്യം ഞാൻ ഉപയോഗിക്കുന്നു. ഇനി അത് മാറ്റണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മാറ്റേണ്ടി വരും. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ $US മാറ്റുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് സാധ്യമല്ല. എല്ലാ കാര്യങ്ങളും $ലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. 2, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ ശക്തിയാണ് ഡോളറിനെ നിലനിർത്തുന്നത്. ഇന്ന് ലോകത്ത് അമേരിക്കയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു ശക്തിയില്ല. അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് അനേക രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നാലേ ഉള്ളൂ. അമേരിക്കയുടെ ഈ പ്രാവശ്യത്തെ IMF പറഞ്ഞിരിക്കുന്നത് $32 ട്രില്യൺ അമേരിക്കൻ എക്കണോമി. അതായത് 32 ലക്ഷം കോടി ഡോളർ. അത് രൂപയിലാക്കാൻ പോയാൽ 95 കൊണ്ട് ഇത് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ 100 ആണെന്ന് വെച്ചോ. അപ്പം 100 ആണെങ്കിൽ എത്രയായി? 3200 ലക്ഷം കോടി രൂപ. അത്രയുമാണ് അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം GDP എന്ന് പറയുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പം അത്രയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ അവരുടെ ഒരു സ്റ്റേറ്റിന്റെ GDP നമുക്കുള്ളൂ, അതിൽ താഴെയുള്ളൂ. ഒരു സ്റ്റേറ്റിന്റെ 2 കോടി പേര് മാത്രമുള്ള ഒരു സ്റ്റേറ്റിന്റെ GDP എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം GDP-യെക്കാട്ടിലും 150 കോടി ആളുകളുള്ള GDP-യെക്കാട്ടിലും കൂടുതലാണ്. ഇന്ത്യയുടെ മഹാരാഷ്ട്രയുടെ GDP കുറവാണ് പാകിസ്ഥാന്റെ GDP എന്ന് പറയുന്ന പോലെ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിന്റെ വെറും 2 കോടി ആളുകൾ മാത്രമല്ല സ്റ്റേറ്റിന്റെ GDP പോലും ഇന്ത്യക്കില്ല എന്നുള്ളതാണ് സത്യം. ബാക്കി 49 കിടപ്പുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അമേരിക്കയുടെ സാമ്പത്തിക ശക്തി ചൈന 18-20 ട്രില്യൺ ഉള്ളൂ. യൂറോപ്പ് മുഴുവനും കൂടെ 18 ട്രില്യൺ ആണ്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയാലും അമേരിക്കയ്ക്കാണ് എപ്പോഴും ശക്തിയുള്ളത്. അവരുടെ ഡോളറിനാണ് ശക്തി. 2, സാമ്പത്തിക ശക്തി മാത്രമല്ല, അവരുടെ മിലിറ്ററി ശക്തിക്ക് മുന്നിൽ ഇന്ന് ലോകത്തിൽ എതിർത്ത് നിൽക്കാൻ കഴിവുള്ള ഒരു രാജ്യമില്ല. അത് ചൈനയാണെങ്കിലും റഷ്യയാണെങ്കിലും. അവരുടെ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇത് നീണ്ടുപോകുന്നുള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അമേരിക്കയുടെ ആ ശക്തിയാണ് ഡോളറിന്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് അമേരിക്കയാണ് സമുദ്രമാർഗങ്ങളെല്ലാം സുരക്ഷിതമാക്കുകയും ഈ കാർഗോ മൂവ്മെന്റ്സിനെല്ലാം അതെല്ലാം റെഡിയാക്കുന്നത്, സാങ്ഷൻസ്, പിന്നെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം അവരുടെ നിയന്ത്രണത്തിലാണ്. അതായത് IMF, വേൾഡ് ബാങ്ക്, സ്വിഫ്റ്റ് സിസ്റ്റം, ഇതെല്ലാം അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം പ്രധാനപ്പെട്ട ലോകത്തെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളെല്ലാം ഇരിക്കുന്ന $. അതുകൊണ്ട് മറ്റാർക്കും അതിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിയത്തില്ല. ഡോളറിന് സ്ഥിരതയുണ്ട് താനും. അപ്പോൾ ലോകത്തിന് ഇതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? ചെറിയ തോതിലൊക്കെ ഉണ്ട്, വലിയ തോതിൽ ഇല്ല താനും. അതായത് സ്വന്തം കറൻസിയിൽ വ്യാപാരം നടത്തുന്നുണ്ട് ലോകരാജ്യങ്ങൾ. അതായത് റഷ്യയും ഇന്ത്യയും തമ്മിൽ വ്യാപാരം നടത്തിയപ്പോൾ റഷ്യയുടെ റൂബിളിലും ഇന്ത്യയുടെ റുപ്പീസിലും ഒക്കെ നടത്തി. പക്ഷെ നമ്മുടെ രൂപ റഷ്യക്ക് ഇഷ്ടം പോലെ അങ്ങോട്ട് കൊടുത്തു. റഷ്യ ഇങ്ങോട്ട് വേണ്ട തന്നു, നമ്മള് രൂപ റഷ്യക്ക് കൊടുത്തു. രൂപ അവിടെ കുമിഞ്ഞുകൂടി. പക്ഷെ രൂപ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സത്യത്തിൽ ശ്രീലങ്കയുടെയും നേപ്പാളിന്റെയും രൂപ പോലെ, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ രൂപ പോലെ ഉള്ളൂ ഇന്ത്യയുടെ രൂപ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ. രൂപ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യണം. ഞാൻ ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് സത്യത്തിൽ ശ്രീലങ്കയുടെ രൂപയും ഇന്ത്യയുടെ രൂപയും തമ്മിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു വിലയില്ല. ഇവിടെ തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലൊക്കെ എടുക്കുമെന്നല്ലാതെ നിങ്ങൾ സ്വല്പം അങ്ങോട്ടും പോയ ഒരു രാജ്യങ്ങൾക്ക് കാണിച്ചാൽ അവർ പറയും ഞങ്ങൾ എടുക്കത്തില്ല എന്ന് പറയും. അത്രയും ആർക്കും വേണ്ടാത്ത ഒരു കറൻസി പോലെയാണ് ഇന്ത്യൻ രൂപ ശരിക്കും ഉള്ളത്. നമുക്ക് വിദേശത്ത് പോയി എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ഒന്നീ യൂറോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡോളർ കാണണം. ഇത് രണ്ടും, ഡോളറാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് ട്രാൻസാക്ഷൻസ് നടക്കാൻ പറ്റും. അല്ല പിന്നെ ക്രെഡിറ്റ് കാർഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രൂപയെല്ലാം കൂടെ റഷ്യയിലോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യ എന്ത് ചെയ്തു? റഷ്യക്ക് അവസാനം ഇത് തിരിച്ച് എത്ര കൊടുത്ത് എന്തെല്ലാം വാങ്ങിക്കും, ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് റഷ്യ പോയി. റഷ്യക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല, പൈസ ഉണ്ട്. അവസാനം റഷ്യ ഇന്ത്യയുടെ കാലെ പിടിച്ചു, ഞങ്ങൾക്ക് ഇനി രൂപ വേണ്ട, യുവാൻ വേണം തരികയാണെങ്കിൽ ഓക്കെ. ഇന്ത്യക്ക് യുവാന് ചെയ്യാനായിട്ട് പ്രയാസമുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അത് വലിയൊരു തടസ്സമായിരിക്കുക. ഇന്ത്യ UAE-യുമായിട്ടും രൂപയിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നുണ്ട്. അത് ഈക്വലായിട്ടുള്ള ഇത് ചെയ്യാൻ പറ്റും. അത് കൂടുതലായിപ്പോയാൽ പിന്നെ ഡോളറിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഡോളറിന് സാങ്ഷൻ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് എങ്ങനെ ചെയ്യും?
മറ്റ് കറൻസികളുമായിട്ട് ചെയ്യേണ്ടി വരും. മറ്റു രീതികളുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അപ്പോൾ സ്വന്തം കറൻസിയിലും നമുക്ക് ഒരു ലിമിറ്റ് കൂടുതൽ വ്യാപാരം ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്വർണം വാങ്ങി സൂക്ഷിക്കാം, സ്വർണം ഒരുപാട് വാങ്ങി സൂക്ഷിക്കാം. പിന്നെ പുതിയ പല സിസ്റ്റങ്ങളുണ്ട്, അത് ലോക്കൽ സിസ്റ്റങ്ങളാണ്. ആ സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല കറൻസികൾ ചേർന്ന് ഉപയോഗിക്കുന്ന സിസ്റ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡീഡോളറൈസേഷൻ അത് കംപ്ലീറ്റ് ആകുന്നില്ല. വളരെ അതിൻ്റെ ചെറിയ ഒരു ഇത് മാത്രമേ നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഭൂമിയിലുള്ള ലോകത്തുള്ള ട്രാൻസാക്ഷനിൽ ഭൂരിപക്ഷം ഡോളറിൽ തന്നെയാണ് നടക്കുന്നത്. എന്നാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തുവാനായിട്ട് കഴിയും, കാരണം അത്രേ ചെയ്യാൻ കഴിയുള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയ്ക്ക് പോലും ഈ കാര്യങ്ങൾ, ഡോളറിന്റെ ഈ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് സത്യം. ഇന്ന് ലോകം ഡോളറിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കറൻസിയാണ്. മറ്റ് ലോകത്തിൽ ഒരു കറൻസിയും ഡോളറിന് തുല്യമായിട്ടില്ല. കുറഞ്ഞത് അടുത്ത ഒരു 50 വർഷത്തേക്കെങ്കിലും അതിന് യാതൊരു ചാൻസും ഇല്ല. അതുണ്ടാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് ഇനിയും ഡോളറിന് തുല്യമായിട്ട് വരണമെങ്കിൽ, ഒന്ന്, ഈക്വലി ട്രസ്റ്റഡ് അല്ലെങ്കിൽ ഡോളറിന് തുല്യമായിട്ട് ട്രസ്റ്റ് ഉള്ള ഒരു കറൻസി വരണം. 2, ഈക്വലി ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലി ഗ്ലോബൽ ആയിട്ടുള്ള, ലോകമൊട്ടാകെ ഉപയോഗമുള്ള, ഈക്വലി ബോറിംഗ് ഇൻ ക്രൈസിസ്, പ്രശ്ന സമയത്ത് സ്ഥിരത. അപ്പം ഇത്രയുമുള്ള ഒരു കറൻസി എന്തെങ്കിലും ലോകത്ത് വന്നാൽ അതിന് ഡോളറിനെ മറിക്കാൻ പറ്റും. ഇന്ന് ലോകത്ത് ഒരു കറൻസിയും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഡോളറിനെ മാറ്റുവാനായിട്ട് കഴിയത്തില്ല. ഇനി ഞാനൊരു കാര്യം കൂടെ പറയാം. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ ഡോളർ ഒരിക്കൽ തകർന്നു പോയൊരു കാലമുണ്ട്. ആ കാലത്തിൽ നിന്ന് ഡോളർ തിരിച്ചു വന്ന് ലോകശക്തിയായതിൻ്റെ പുറകിൽ അമേരിക്ക ചെയ്തൊരു കാര്യം, ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. എന്നത് പ്രിന്റ് ചെയ്തു. അതിനുശേഷം ഇന്ന് വരെ ഡോളർ താഴോട്ട് പോയിട്ടില്ല. അത് എഴുതിയിരിക്കുന്ന കാലത്തോളം താഴോട്ട് പോകാനുള്ള സാധ്യതയില്ല. കാരണം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നത് എങ്ങനെയാണ് താഴെ പോവുക? ആ ദൈവമില്ലെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും പലരും പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്ന പോലെ ഡോളറിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു പോക്ക് ഏറ്റവും കുറഞ്ഞ അടുത്ത 50 വർഷത്തേക്കെങ്കിലും ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്.